ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ ഡയറക്ഷൻസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടും കൂടെ ഞാൻ കൊണ്ടുവരും. ആൻഡ് ദിസ് പാർട്ട് ഈസ് സ്പെസിഫിക്കലി ഫോർ ബാങ്ക് എക്സാംസ്. കാരണം ബാങ്കിൽ മാത്രമാണ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. SSCക്ക് ചോദിച്ചുവിടാന്നില്ല, പക്ഷേ സ്പെസിഫിക്കലി ബാങ്ക് എക്സാംസിനാണ് ചോദിച്ചത്. സോ ദാറ്റ്സ് വൈ ഐ ആം ഫോക്കസിങ് ഓൺ ബാങ്ക് സ്റ്റുഡൻസ്. സോ ദോസ് ഹു വാണ്ട് ടു വാച്ച് ഇറ്റ് ഈവൻ ദോ യു പ്രിപ്പയറിംഗ് SSC, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. കാരണം സിലബസിൽ ഇത് മാത്രമേ ചോദിക്കുള്ളൂ, അത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രീവിയസ് ഇയർ പാറ്റേൺ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കോഡഡ് ഡയറക്ഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ബേസിക്കലി എന്താണ് ചെയ്തേക്കുന്നത്? നമ്മൾ ഇതുവരെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസിൽ ഒരാൾ ലെഫ്റ്റിലോട്ട് പോയി റൈറ്റിലോട്ട് പോയി അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് തരുന്നതിന് പകരം അവരെന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് അതിനെ കോഡഡ് ഫോമിൽ കാണിച്ചിട്ടുണ്ട്. സോ വാട്ട് ഹാവ് ദേ ഡൺ? A + B, ഫസ്റ്റ് വൺ പ്ലസ് സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ A ആണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും P അല്ല, AB എന്നാണ്. ടൈപ്പിംഗ് എററാണ്. PQ എന്നുള്ള എല്ലായിടത്തും AB എന്നാണ്. ഓക്കെ, സോ A + B എന്ന് പറഞ്ഞാൽ എന്താ വരിക? A is to the right of B at a distance of 1 meter. ഓക്കെ, അപ്പോൾ പ്ലസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൾ രണ്ടാമത്തെ ആളുടെ റൈറ്റ് ആണ്. അതെപ്പോഴും ശ്രദ്ധിച്ചോളണേ. ബ്ലഡ് റിലേഷനിൽ ഞാൻ പറഞ്ഞ പോലെ സംഭവം ഇവിടെ ഉണ്ടാവും. സോ ഫസ്റ്റ് ആളാണ് സെക്കൻഡ് ആളുടെ റൈറ്റ്. A - B എന്ന് പറഞ്ഞാൽ A is to the left of B at a distance of 1 meter. A#B means A is to the north of B at a distance of 1 meter. അതുപോലെ A into B എന്ന് പറഞ്ഞാൽ A is to the south of B at a distance of 1 meter. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് ഓൾ പേഴ്സൺ ഫേസിങ് സൗത്ത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ പേഴ്സൺ ഫേസിങ് സൗത്ത് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ പേഴ്സൺ ഫേസിങ് നോർത്ത്. സി, ഒരാൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കുമ്പോൾ അയാളുടെ റൈറ്റ് ഇതാണ്, ഇത് ലെഫ്റ്റ് ആണ്. അതേസമയം ഒരാൾ സൗത്ത് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആവും. ഇത് അയാളുടെ റൈറ്റ് ആവും, ഇത് അയാളുടെ ലെഫ്റ്റ് ആവും. ഇതാണ് മേജർ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ്. ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് ഉള്ളത്. സോ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ നോർത്ത് ഫേസിൻ്റെ കേസിൽ ഞാൻ പറയുന്നത് A ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് B എന്ന് ഞാൻ പറയാണ് നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത്. അങ്ങനെയാണ് എന്താണ്? B ഇവിടെ വരും, അതിൻ്റെ ലെഫ്റ്റിലോട്ട് A വരും. ഇങ്ങനെ, ഇതാണ് ലെഫ്റ്റ്. ഓക്കെ, നമ്മളെ ലെഫ്റ്റ് ആണ്, ഇതിൻ്റെ ലെഫ്റ്റ് നോർത്ത് ഫേസിൽ. എന്നാൽ അതേസമയം ഇതേ സ്റ്റേറ്റ്മെൻറ്റ് സൗത്ത് ഫേസിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ B ഇപ്പുറത്തും A ഈ സൈഡിലോട്ട് വരും. ഇതായിരിക്കും ലെഫ്റ്റ് ആവുന്നത്. കാരണം ഇയാൾ സൗത്ത് ഫേസ് ആണ് ഇരിക്കുന്നത്. A is to the left of B എന്നല്ലേ, അപ്പോൾ B സൗത്ത് ഫേസ് ആണ്. B സൗത്ത് ഫേസിങ് ആയതുകൊണ്ട് അപ്പർ സൈഡിലോട്ടാണ് വരുന്നത്. ഇതാണ് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റനിൽ. അതല്ലാതെ ഈ ക്വസ്റ്റനിൽ വേറെ ഡിഫിക്കൽട്ടായിട്ടൊന്നുമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് P + Q × R + S അത് വരച്ചതിന് ശേഷം S is in which direction with respect to P ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം പറഞ്ഞെങ്കിൽ എന്താണ്? P + Q അല്ലേ. സോ ഞാൻ ഇവിടെ എഴുതാം P + Q × R + S. സോ P + Q എന്ന് പറഞ്ഞാൽ A + B മീൻസ് A is to the right of B. P + Q എന്ന് പറഞ്ഞാൽ P is to the right of Q. പക്ഷേ നമുക്കറിയാം ഇവരെല്ലാവരും എന്താണ്? സൗത്ത് ഫേസിങ് ആണ്. P Qയുടെ റൈറ്റിലോട്ടാണ്. സോ ഞാൻ Qനെ വച്ചു. Qയുടെ റൈറ്റ് നോർത്ത് ഫേസിങ് ആയിരുന്നെങ്കിൽ റൈറ്റ് അപ്പുറത്താവുമായിരുന്നു. പക്ഷേ സൗത്ത് ഫേസിങ് ആയതുകൊണ്ട് റൈറ്റ് ഇപ്പുറത്താവും. സോ P എന്താണ്? Qയുടെ റൈറ്റിലാണ്. 1 മീറ്ററാണ് ഒരു ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. P ഓക്കെ, A + B മീൻസ് A is to the right of B. അതുപോലെ P + Q എന്ന് പറഞ്ഞാൽ P is to the right of Q. പക്ഷേ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എയും ബിയും എന്താണ്? എല്ലാ ലെറ്റേഴ്സും റൈറ്റ് സൗത്ത് ഫേസിങ് ആണ്. ഓക്കെ, സൗത്ത് ഫേസിങ് ആണ്. Q സൗത്ത് ഫേസിങ് ആണ്, അതിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. ദാറ്റ്സ് വൈ ഐ ഹാവ് ഡ്രോൺ ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി രണ്ടാമത്തത് Q × R. Q × R എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? A × B എന്ന് പറഞ്ഞാൽ A is to the south of B. അപ്പോൾ Q × R എന്ന് പറഞ്ഞാൽ Q is to the south of R. Q Rൻ്റെ സൗത്തിലോട്ടാണ്. സോ Q ഇവിടെയാണ് ഇരിക്കുന്നത്. Rൻ്റെ സൗത്തിലോട്ട് Q വരണമെങ്കിൽ R മുകളിൽ, സൗത്തിലും നോർത്തിലും ഒരു വ്യത്യാസം വരില്ല. ഇമ്പാക്റ്റ് വരുന്നത് സൗത്ത് ഫേസിങ് നോർത്ത് ഫേസിങ് ആയിരിക്കുമ്പോൾ സൗത്ത് നോർത്ത് എപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുള്ളൂ. ഇമ്പാക്റ്റ് വരുന്നത് എവിടെയാണ്? ലെഫ്റ്റും റൈറ്റിലുമാണ്. ഓക്കെ, എപ്പോഴും ഓർമ്മ വേണം ഡയറക്ഷൻസ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച്. വാട്ട് ചേഞ്ചസ് ഓൺലി ഈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇഫ് എ പേഴ്സൺ ഇസ് ഫേസിങ് നോർത്ത് ആൻഡ് ഇഫ് എ പേഴ്സൺ ഇസ് ഫേസിങ് സൗത്ത്. അടുത്ത് R + S. R + S എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും A + B എന്ന് പറഞ്ഞാൽ A is to the right of B. R + S എന്ന് പറഞ്ഞാൽ R is to the right of S. Now see, R Sൻ്റെ റൈറ്റിൽ വരണം. യെസ്, R Sൻ്റെ റൈറ്റിൽ വരണം. സൗത്ത് ഫേസിങ് ആണ് S. അപ്പോൾ Sനെ നമുക്ക് ഇവിടെ വെച്ചാൽ മാത്രമേ എന്താവുള്ളൂ? R Sൻ്റെ റൈറ്റിലോട്ടാവും. നോർമലി നോർത്ത് ഫേസ് ആയിരുന്നെങ്കിൽ R Sൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ R ഇങ്ങോട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് S സൗത്ത് ഫേസിങ് ആണ്, അതുകൊണ്ട് R ഇപ്പർ സൈഡിലോട്ട്. എല്ലാം 1 മീറ്റർ ഡിസ്റ്റൻസ്.
ഇത് ചോദിച്ചേക്കുന്നത് എന്താണ്? എസ് ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പി. പീനെ സംബന്ധിച്ചിടത്തോളം എസ് എങ്ങോട്ടാണ്? സോ ഇത് നമ്മളെ സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ മുകളിലത്തെ നോർത്ത്, ഇത് ഈസ്റ്റ്, അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമല്ലേ ഇത്. സോ എസ് എന്താണ്? എസ് ഈസ് ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് പി. പീനെ വെച്ച് നോക്കുമ്പോൾ എസ് നോർത്ത് ഈസ്റ്റിലോട്ടാണ്. നേരെ തിരിച്ച് നോക്കുകയാണെങ്കിൽ പി എങ്ങോട്ടായിരിക്കും? സൗത്ത് വെസ്റ്റിലോട്ടായിരിക്കും. പക്ഷേ നമുക്കിവിടെ ചോദിച്ചത് എസ് ഈസ് വിച്ച് ഇൻ ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പി. ആൻസർ ഈസ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഒന്ന് എഴുതിയെടുത്തോളണേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതൊന്ന് റബ് ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത കേസിലും അതേപോലെ നമുക്ക് എന്തൊക്കെയാണുള്ള കോഡ്? I ഇൻറ്റു ജെ പ്ലസ് കെ ഹാഷ് എൽ. ഇതിനെ നമ്മൾ കോഡ് വരച്ച് കഴിയുമ്പോഴത്തേക്കും എൽ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഐ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ്സ് സി. ഐ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ദ സൗത്ത് ഓഫ് ബി ആണ്. ഐ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ ഐ ഈസ് ടു ദ സൗത്ത് ഓഫ് ജെ. സോ ഞാൻ ജെ ഇവിടെ വരച്ചു, ഐ അതിൻ്റെ സൗത്തിലോട്ട് 1 മീറ്റർ. അടുത്ത് ജെ പ്ലസ് കെ. ജെ പ്ലസ് കെ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ദ റൈറ്റ് ഓഫ് ബി. അപ്പോൾ ജെ ഈസ് ടു ദ റൈറ്റ് ഓഫ് കെ. നോർമലി ജെ ഈസ് ടു ദ റൈറ്റ് ഓഫ് കെ എന്ന് വരയ്ക്കണമെങ്കിൽ ഞാൻ കെ ഇവിടെ വരയ്ക്കണം. ആൻഡ് ഇത് നോർത്ത് ഫേസിങ് ആയിരിക്കുമ്പോൾ റൈറ്റ് അങ്ങോട്ട് പോകും. പക്ഷേ നമുക്ക് ഇപ്പം അങ്ങനെ അല്ലല്ലോ, കെ സൗത്ത് ഫേസിങ് അല്ലേ. സോ കെ ഇവിടെ വയ്ക്കും ആൻഡ് ഇതാണ് ഇവിടെ റൈറ്റ് ആവുന്നത്. ഇത് ഡിസ്റ്റൻസ് 1 മീറ്റർ. സോ ജെ ഈസ് ടു ദ റൈറ്റ് ഓഫ് കെ. കെ സൗത്ത് ഫേസിങ് ആണ്, അതിൻ്റെ റൈറ്റ് ജെ ഇങ്ങോട്ടാണ്. അടുത്ത് കെ ഹാഷ് എൽ. കെ ഹാഷ് എൽ ദാറ്റ് ഈസ് എ ഹാഷ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ടു ദ നോർത്ത് ഓഫ് ബി. അപ്പോൾ കെ ഹാഷ് എൽ എന്ന് പറഞ്ഞാൽ കെ ഈസ് ടു ദ നോർത്ത് ഓഫ് എൽ. സോ കെ ഇവിടെയാണ്, എല്ലിൻ്റെ നോർത്തിലാണ്. സോ എൽ ഇവിടെ വരും. ഇതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, 1 മീറ്റർ ഡിസ്റ്റൻസ്. ഇത് നമ്മളെ ചോദിച്ചാണ് എൽ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഐ. ഐനെ സംബന്ധിച്ചിടത്തോളം എൽ എങ്ങോട്ടാണ്? സോ ഐനെ സംബന്ധിച്ചിടത്തോളം ഐയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്? എൽ ഈസ്റ്റിലോട്ടാണ്. ഓക്കെ, എൽ ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ഐ ആൻഡ് ഹെൻസ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, ഇത് നമ്മൾ ഈ പറഞ്ഞ കോഡഡ് ഈ പറഞ്ഞ ഡയറക്ഷൻസിലെ ഏറ്റവും ബേസിക് ലെവൽ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇനി അടുത്ത് മുമ്പോട്ടുള്ള ക്വസ്റ്റൻസ് നോക്കാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് എക്സാമ്പിൾ. ഓക്കെ, വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായാൽ മതി, വരയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങളൊന്ന് തനിയൊന്ന് ആദ്യം വരയ്ക്കാൻ നോക്കണേ. ഒന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വരച്ച് നോക്കുക. ഓക്കെ, സോ ക്വസ്റ്റൻ ഭയങ്കര ലെന്തി ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ്സ് ഈസി ക്വസ്റ്റൻ. ഓക്കെ, നമുക്ക് നോക്കാം. നൗ ലെറ്റ്സ് സീ ഹൗ ടു ഹാൻഡിൽ ദിസ്. സോ ഞാൻ തൽക്കാലം ഇതിനെ ഒന്ന് ശകലം എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കാം. ശകലം നീക്കാം, കാരണം അവിടെ വരയ്ക്കാൻ നമുക്ക് സ്ഥലം വേണമല്ലോ. ഓക്കെ, സോ വാട്ട് ഐ സേ ഈസ്, ഇവിടെ നമുക്ക് റീഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി, ആൻസർ ദ ക്വസ്റ്റൻ ബിലോ. 9 cars ഉണ്ട് എ തൊട്ട് ഐ വരെ, located at some distance from each other in a parking. C was 16 meter dollar to that of B. A was 6 meter percentage of that of B. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് അവർ നമുക്ക് ഇവിടെ മീനിങ് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്താണ്, ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആണ്. സോ ഞാനിവിടെ എഴുതാം പെർസെൻറ്റേജ് നോർത്താണ്, പെർസെൻറ്റേജ് നോർത്താണ്, ഹാഷ് എന്ന് പറയുമ്പോൾ സൗത്ത് ആണ്, ഡോളർ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആണ്, @ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഇഫ് 2 symbols are given simultaneously then both the direction will be considered. ഇവിടെ നോക്ക്, ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ പറയുന്നത് 2 സിമ്പിൾ ഉണ്ട്. എക്സ് പെർസെൻറ്റേജ് ഡോളർ. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നോർത്താണ്, ഡോളർ എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. സോ ബേസിക്കലി നോർത്ത് ഈസ്റ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പക്ഷേ അവർ എഴുതിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളണം. എക്സ് ഇവിടെ ക്വസ്റ്റനിൽ എക്സ് പെർസെൻറ്റേജ് ഡോളർ വൈ എന്നാണ് തന്നിട്ടുള്ളത്. എക്സ് ആദ്യം, വൈ രണ്ടാമത്തെ. പക്ഷേ അതിനെ എഴുതുമ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് അതേപോലെ തന്നെ കിടക്കും. പക്ഷേ രണ്ടാമത്തെ എലിമെൻറ്റ് വൈ ഈസ് ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ 2 സിമ്പിൾസ് തരുവാണ്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ 2 എലിമെൻറ്റ് ഉണ്ടെങ്കിൽ ആ 2 സിമ്പിൾസിൻ്റെ കോഡ് എന്താണോ വരുന്നത്, നമ്മൾ നോർത്ത് ഈസ്റ്റോ വാട്ട് എവർ അത് നമ്മൾ അതേപോലെ എഴുതും. പക്ഷേ എലിമെൻറ്റ്സ് തിരിച്ചാണ് എഴുതുന്നത്. ഇവിടെ നോക്ക്, വൈ പെർസെൻറ്റേജ് ഡോളർ, അപ്പോൾ ഈ പെർസെൻറ്റേജ് ഡോളർ വീണ്ടും നോർത്ത് ഈസ്റ്റ് ആണ്. വൈ പെർസെൻറ്റേജ് ഡോളർ എക്സ് എങ്ങനെയാണ് വന്നേക്കുന്നത്? രണ്ടാമത്തെ ആൾ ആദ്യത്തെ ആളുടെ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. ഓക്കെ, സോ തിരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ക്വസ്റ്റനിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ പറഞ്ഞതിനനുസരിച്ച് ഡയഗ്രാം വരച്ച് പോകാം. C was 16 meter dollar to that of B. ബിയുടെ 16 meter ഡോളർ എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. സോ ജസ്റ്റ് ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ കുറച്ച് വരയ്ക്കാൻ നമുക്ക് സ്ഥലം കൊണ്ടുവരിക, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഡ്രോയിങ് ഹിയർ. സോ C was 16 meter to the east of B. സോ ബി ഞാൻ ഇവിടെ വരച്ചു, അതിൻ്റെ 16 മീറ്റർ ഈസ്റ്റിലോട്ടാണ് സി ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
A was 6 meter percentage to that of B. A 6 meter percentage north of B. A was 6 meter north of B. So B ഇവിടെ A 6 meter northലോട്ട്. Okay. അത് കഴിഞ്ഞിട്ട് and H was 12 meter hash that of A. 12 meter hash, 12 meter south. A യുടെ 12 meter south. Now see understand. A യുടെ 12 meter southലോട്ടാണ്. A തൊട്ട് B വരെ 6 ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 6 കൂടെ വരുമ്പോൾ ഈ മൊത്തം ഡിസ്റ്റൻസ് എന്താവും? 12 മീറ്റർ ആവും. എന്നിട്ട് ഇത് H ആവും. സോ എയിൽ നിന്ന് എച്ച് വരെ എയുടെ സൗത്തിലാണ് എച്ച്, എന്നിട്ട് 12 മീറ്റർ ഡിസ്റ്റൻസ്. ഇതുവരെ നമുക്ക് 6 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴെ അതേപോലെ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വരച്ച് ഈ ഫുൾ ലെങ്ത് ആണ് 6 മീറ്റേഴ്സ്. ഓക്കെ, അത് 12 മീറ്റേഴ്സ്. അടുത്ത് പറയുന്നത് G വാസ് 8 മീറ്റർ അറ്റ് ദ റേറ്റ് ദാറ്റ് ഓഫ് എച്ച്. 8 മീറ്റർ അറ്റ് ദ റേറ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റ്. G വാസ് 8 മീറ്റർ വെസ്റ്റ് ഓഫ് എച്ച്. എച്ചിൻ്റെ 8 മീറ്റർ വെസ്റ്റിലോട്ടാണ് G. സോ G എച്ച് ഇവിടെ കിടക്കുകയാണ്, റൈറ്റ്? ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, സോ എച്ച് ഇവിടെ ഇരിക്കുകയാണ്. G അതിൻ്റെ വെസ്റ്റിലോട്ടാണ് വരേണ്ടത്. സോ വെസ്റ്റിലോട്ട് വരയ്ക്കണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കുക. എത്ര മീറ്റർ? G 8 മീറ്റർ വെസ്റ്റിലോട്ട്. ഓക്കെ, കുറച്ച് വരയ്ക്കുന്ന നീളത്തിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഇവിടെ സ്ഥലമില്ല നമുക്ക്. വൈൽ D വാസ് 24 മീറ്റർ ഡോളർ ദാറ്റ് ഓഫ് G. D 24 മീറ്റർ ഡോളർ എന്ന് പറയുമ്പോൾ ഈസ്റ്റാണ്. ജിയുടെ 24 മീറ്റർ ഈസ്റ്റിൽ. സി G ഇവിടെ നിന്ന് എച്ച് വരെ വരുമ്പോൾ 8 മീറ്റർ ആവും. പിന്നെ 24 ആവണമെങ്കിൽ വീണ്ടും 16 വേണം. സോ ഈ സിയുടെ ഈക്വലൻ്റ് ആയിട്ട് വരച്ചാൽ മതി. അപ്പോഴത്തേക്കും 24 മീറ്റർ ആവും. ഇവിടുത്തെ 8 ഈ മുകളിലത്തെ 16 പാരലായിട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് 24 മീറ്റർ ആവും. ആൻഡ് ദിസ് വിൽ ബി എച്ച് അല്ല, സോറി, D, sorry. Okay, and F is 12 meter percentage that of G. F 12 meter percentage of G ആണ്. സോ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നോർത്ത്. എഫ് നോർത്ത് ആണ് ജിയുടെ 12 മീറ്റർ. നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഈ ഡിസ്റ്റൻസ് ഇതുവരെ എയുടെ ഡിസ്റ്റൻസ് എന്താണ്? ഇതുവരെ 12 മീറ്റർ ആണ്. സോ ഇതിനെ നമ്മൾ വരയ്ക്കുമ്പോൾ പാരലായിട്ട് എ വരെ വരച്ചാൽ മതി. സോ ഇത് എഫ് ആണ്, ആൻഡ് ദിസ് ഇസ് 12 മീറ്റേഴ്സ്. I was situated just in the middle of B and C. I ബിക്കും സിക്കും ഇടയിലാണ്. സോ ഐ ഇവിടെ, അതിൻ്റെ അർത്ഥം ഇപ്പർ സൈഡിൽ 8, ഇപ്പർ സൈഡിൽ 8. അത് കഴിഞ്ഞിട്ട് while E was just in the middle of H and D. ഈ എച്ചിനും ഡിക്കും ഇടയിലാണ്. സോ എച്ച് ഇവിടെയാണ്, ഡി ഇവിടെയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇ ഇവിടെ, ഇത് 8, ഇത് 8. ഓക്കെ, സോ ഐ ജസ്റ്റ് കണക്ട് ദിസ് ഹിയർ. ഇവിടെയാണ് ഈ ബി ഇരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിങ് അസ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ചൊന്ന് ക്ലിയറിറ്റി കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് മാച്ച് കളയാം. ഓക്കെ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇത് 12 ആണെന്ന്. ഓക്കെ, സോ ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇതുവരെ 6 ആണ്, ഇതുവരെയും 6 ആണ്, ടോട്ടൽ 12 ആണ്. ഓക്കെ, ഫൈൻ. നൗ മുകളിൽ എ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ആസ്കിങ് ഹിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് ബി? ബീനെ കുറിച്ച് ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് ഐ അറ്റ് ദ റേറ്റ് ബി. ഐ അറ്റ് ദ റേറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ റേറ്റ് എന്ന് പറയുമ്പോൾ വെസ്റ്റ്. ഐ ഇസ് ടു ദ വെസ്റ്റ് ഓഫ് ബി. പിന്നെ ബാക്കിയുള്ളതും കൂടെ നോക്കണം. ആദ്യം നമുക്ക് നോക്കാം ഐ ബിയുടെ വെസ്റ്റിലാണോ എന്ന്. ഇവിടെ നോക്ക്, ബി ഇവിടെയാണ്, ഐ ഇവിടെയാണ്. ഐ ബിയുടെ വെസ്റ്റിലാണോ കിടക്കുന്നത്? ഐ ബിയുടെ വെസ്റ്റിലാണോ കിടക്കുന്നത്? അതോ ബി ഐയുടെ വെസ്റ്റിലാണോ കിടക്കുന്നത്? ബി ഐയുടെ വെസ്റ്റിലല്ലേ? ഐ ഇവിടെ ഇരിക്കുകയാണ്, ബി ഐൻ്റെ വെസ്റ്റിലാണ്. ഐ ബിയുടെ വെസ്റ്റിലല്ല, ബി ഐയുടെ വെസ്റ്റിലാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ തെറ്റി. അപ്പോൾ ഇത് പിന്നെ മുമ്പോട്ട് നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇത്ര ശരിയായില്ലേ പിന്നെ മുമ്പോട്ട് നോക്കേണ്ട കാര്യമില്ല. അടുത്ത് പറയണത് ബി ഹാഷ് അറ്റ് ദ റേറ്റ് ജി. ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത്, അറ്റ് ദ റേറ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ്. നമ്മൾ നേരത്തെ നോക്കിയൊരു കാര്യമുണ്ട്, ബി ഹാഷ് ബി ഈസ് ടു സൗത്ത് വെസ്റ്റ് ഓഫ് ജി എന്നാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഓർമ്മയുണ്ട്, ഇവിടെ റിവേഴ്സ് ആക്കണം. അപ്പോൾ ജി ഈസ് ടു ദ സൗത്ത് വെസ്റ്റ് ഓഫ് ബി ആണോ എന്നാണ് നോക്കേണ്ടത്. സോ ജി ബിയുടെ സൗത്ത് വെസ്റ്റിലാണോ ഇല്ലേ നോക്ക്. ജി ഈസ് ടു ദ സൗത്ത് വെസ്റ്റ് ഓഫ് ബി കിട്ടണം. ബി ഇവിടെ കിടക്കുന്നു, അതിൻ്റെ സൗത്ത് വെസ്റ്റ് അല്ലേ ജി ഇരിക്കുന്നത്? യെസ് ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബിയുടെ സൗത്ത് വെസ്റ്റിലോട്ടാണ് ജി ഇരിക്കുന്നത്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഈ ലാസ്റ്റ് വൺ വേണമെങ്കിൽ നോക്കാം. അതേപോലെ ബി ഹാഷ്, ഇത് ഇവിടെ കണ്ടോ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ലാസ്റ്റും കൂടെ നോക്കണം. ബി ഹാഷ് ഡോളർ ഡി. സോ ഹാഷിൻ്റെ അർത്ഥം സൗത്ത് ആണ്, ഡോളറിൻ്റെ അർത്ഥം ഈസ്റ്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് നോക്കുന്നത്. ഡി ഈസ് ടു ദ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി എന്ന് വരണം. ഡി ഈസ് ടു ദ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി. ബി ഇവിടെ, അതിൻ്റെ സൗത്ത് ഈസ്റ്റ് അല്ലേ ഡി? യെസ്. സോ ആ ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ആൻസർ എന്ത് വരും നമുക്ക്? ബോത്ത് ബി ആൻഡ് സി, ഓപ്ഷൻ 4. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്.
ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല ഇതിൽ പ്രത്യേകിച്ച്. ലെറ്റ്സ് സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു എഫ്? എഫിനെ സംബന്ധിച്ചിടത്തോളം ഡി എങ്ങോട്ടായിരിക്കുന്നത്? എഫിനെ സംബന്ധിച്ചിടത്തോളം എഫ് ഇവിടെ സെൻറ്റർ പോയിന്റ് ആണ്, ഡി എങ്ങോട്ടാണിത്? സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എഫ്? ബിക്കും എഫിനോടൊക്കെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ ബേസിക്കലി ഈ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഞാൻ അത് വൈറ്റ് കളറിൽ വരയ്ക്കാം. ഓക്കെ, ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് ഡിസ്റ്റൻസ്. യെസ്, അപ്പോൾ നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്തിട്ട് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ലെറ്റ്സ് സീ ഹൗ. നമുക്ക് ഇവിടെ ഞാനൊരു പേര് കൊടുക്കാം, സേ എൽ. നമുക്ക് എഫ് എൽ സ്ക്വയർ എന്നിട്ട് എൽ ബി സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ബി സ്ക്വയർ കിട്ടും. നമുക്ക് ആവശ്യം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് ആവശ്യം. എന്താണത്? എഫ് ബി സ്ക്വയർ. എഫ് ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു എഫ് എൽ സ്ക്വയർ പ്ലസ് എൽ ബി സ്ക്വയർ. ഇത് എൽ, ഇത് ബി, ഇത് എഫ് എൽ. ഓക്കെ, സോ നമുക്കറിയാം ഈ ഫുൾ ഡിസ്റ്റൻസ് 12 ആണെന്നറിയാം. ഇവിടെ വെച്ച് നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഇവിടം വരെ 6 ആണ്. അപ്പോൾ അതിൻ്റെ പാരലായിട്ട് ഇതൊരു നമ്മൾ ഫുള്ള് വരയ്ക്കുകയാണെങ്കിൽ ഒരു റെക്ടാംഗിൾ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആണ്, ഇത് രണ്ട് 6 ആണ്. സോ എഫ് എൽ എന്താണ്? 6 സ്ക്വയർ ആണ്. അതേപോലെ എൽ ബി, ഇവിടെ നോക്ക്, എൽ ബി ഇതൊരു റെക്ടാംഗിൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് റെക്ടാംഗിളിൻ്റെ പാരലാണ്. സോ എൽ ബി ഈ സംഭവം ഇതിൻ്റെ പാരലാണല്ലോ. ആൻഡ് ജിയുടെ നമുക്ക് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാമായിരുന്നു 8 ആണെന്ന്. ഈ പോയിന്റ് തൊട്ട് ഇതുവരെ ജി വരെ വരുന്നതിൽ 8 ഡിസ്റ്റൻസ് ആണ്. സോ ബേസിക്കലി മുകളിലും അത് 8 ആവും. സോ 8 സ്ക്വയർ. ഓക്കെ, സോ ബേസിക്കലി ഇതെന്താണ്? 6 സ്ക്വയർ, ദാറ്റ് ഈസ് 36 പ്ലസ് 64, ദാറ്റ് വുഡ് ബി 100. പിന്നെ എഫ് ബി കിട്ടണമെങ്കിൽ എന്ത് വേണം? റൂട്ട് ഓഫ് 100, ദാറ്റ് ഈസ് 10 മീറ്റേഴ്സ്, കിലോമീറ്റേഴ്സ്, വാട്ട് എവർ ദ ഓപ്ഷൻ വുഡ് ബി. സോ 10 ആണ് ഇവിടെ നമുക്ക് വരുന്ന ആൻസർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതേപോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് എസ് ബി ഐയുടെ ബാങ്കിൻ്റെ IBPS പിയുടെ മെയിൻസിൽ SBI പിയുടെ മെയിൻസിൽ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ലെറ്റ്സ് സി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നൗ ദിസ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. ലെറ്റ്സ് സി ഹൗ ടു സോൾവ് ദിസ്. സോ ആദ്യം ഞാൻ ഇതിനൊരു ജസ്റ്റ് കോർണറിലോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോളോയിങ് ക്വസ്റ്റൻ സിമ്പിൾസ് പെർസെൻറ്റേജ് ആർ യൂസ്ഡ്. ഓക്കെ, സോ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? $B എന്ന് പറഞ്ഞാൽ A is to the south of direction of B. സ്റ്റാർ എന്ന് പറഞ്ഞാൽ നോർത്ത് ഡയറക്ഷൻ ഓഫ് B, പെർസെൻറ്റേജ് നോർത്ത് ഡയറക്ഷൻ ഓഫ് B, ഹാഷ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ്. പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ A is the mid point of BS vertically. സോ ഒരു ലെറ്ററും പിന്നെ ഒരു സിമ്പിൾ കഴിഞ്ഞിട്ട് 2 ലെറ്ററാണ് തരണമെങ്കിൽ A is to the mid point of BS vertically. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഇറ്റ് ഈസ് യൂസ് ടു ബി റിട്ടൺ ആസ് A percentage A and $B. സോ സൗത്ത് ഈസ്റ്റ് ഡോളർ പിന്നെ പെർസെൻറ്റേജ് സൗത്ത് ഈസ്റ്റ്. അവിടെ പിന്നെ നേരത്തെ പോലെ തിരിക്കുന്ന പരിപാടിയൊന്നുമില്ല, സ്ട്രേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റൻസ് നോക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. when it is given that car honks once, it will be considered as the car takes a left turn. ഒരു പ്രാവശ്യം കാർ ഹോങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ മറ്റേ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അത് ഒരു പ്രാവശ്യം അത് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടേൺ ആണ്. ആൻഡ് ഇറ്റ് വിൽ ഗിവൻ ദാറ്റ് ദ കാർ ഹോങ്സ് ട്വൈസ്, then it will be considered as the car takes a right turn. ഓക്കെ, അടുത്ത് ലെറ്റ്സ് സി. പോയിന്റ് A is 15 meters, percentage 15 meter of point B. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴും നമുക്ക് ഈസ്റ്റ് ആണ്. സോ പോയിന്റ് A 15 meter ഈസ്റ്റ് ഓഫ് പോയിന്റ് B. സോ ബിയുടെ 15 meter ഈസ്റ്റിലോട്ടാണ് പോയിന്റ് A. Okay, so B and this is 15 meter to the east of point A is 15 meters to the east of B. Point C is 33 meters star. Star is north. Point 3 is 33 meters north of point A. A 33 meters north ലോട്ടാണ് point C. Okay, so A ഇവിടെ 33 meters northൽ point C. Let's see. അടുത്ത്, then what do we have? Point D is 25 meters percentage. Percentage എന്ന് പറയുമ്പോൾ നോർത്ത്, പെർസെൻറ്റേജ് അല്ല, സോറി, സ്റ്റാർ. പോയിന്റ് D is 25 meter north of point B. സോ പോയിന്റ് ബിയുടെ 25 meter നോർത്തിലോട്ടാണ്. ഞാനിതിപ്പം ഒരു മിനിറ്റ്, ഓക്കെ, ദിസ് ഇസ് പോയിന്റ് B. പോയിന്റ് ബിയുടെ ഞാനിത് സ്ട്രേറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം. 25 meter നോർത്തിലോട്ടാണ് ഈ പറയുന്ന പോയിന്റ് D.
മറ്റേത് നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ 33 വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ അത്ര എത്തുണ്ട്, അതിന് കുറച്ച് മുമ്പ് ഇതാണ്. അടുത്ത് പോയിന്റ് ഇ ഈസ് 20 മീറ്റർ ഹാഷ് ഓഫ് പോയിന്റ് ഡി. 20 മീറ്റർ ഹാഷ് എന്ന് പറയുമ്പോൾ 20 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ഡി. പോയിന്റ് ഇ ഈസ് 20 മീറ്റർ വെസ്റ്റ് ഓഫ് പോയിന്റ് ഡി. പോയിന്റ് ഡിയുടെ വെസ്റ്റിലോട്ട്, സോ ദിസ് ഇസ് പോയിന്റ് ഡി, വെസ്റ്റിലോട്ട് ഞാൻ എത്ര വരയ്ക്കുന്നു? 20 മീറ്റർ. ഇത് ഇ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ പോയിന്റ് എഫ് ഈസ് 40 മീറ്റർ ആൻഡ് ഓഫ് പോയിന്റ് ഇ. ഇയുടെ 40 മീറ്റർ ആൻഡ് എന്ന് പറയുമ്പോൾ സൗത്ത്. പോയിന്റ് എഫ് ഈസ് 40 മീറ്റർ സൗത്ത് ഓഫ് പോയിന്റ് ഇ. പോയിന്റ് ഇയുടെ 40 മീറ്റർ സൗത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടം വരെ വരുമ്പോൾ ഈ ബിയുടെ പാരലായിട്ട് വരുമ്പോൾ 25 മീറ്റർ ഉണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് പോയാൽ മതി. സോ ദിസ് വുഡ് ബി അറൌണ്ട് 40 മീറ്റേഴ്സ്. സോ നമ്മൾ ഇത് 40 മീറ്റേഴ്സ് ആവും. ആൻഡ് ഇത് വരുന്ന ഏത് പോയിന്റാണ്? പോയിന്റ് എഫ്. ഓക്കെ, നൗ അടുത്ത് പറയുന്നത് പോയിന്റ് ജി ഈസ് പെർസെൻറ്റേജ് 40 മീറ്റർ പോയിന്റ് എഫ് ഈസ്റ്റ് ഓഫ് എഫ്. സോ പോയിന്റ് ജി ഈസ് 40 മീറ്റർ ഈസ്റ്റ് ഓഫ് എഫ്. സോ ഇവിടെ നിന്ന് എഫിൽ നിന്ന് ഈസ്റ്റിലോട്ട് 40 മീറ്റേഴ്സ്. നൗ സി, എഫിൽ നിന്ന് ഇവിടം വരെ വരുമ്പോൾ ഇത് 20 ആണ്, കാരണം മുകളിൽ നോക്കി ഈ ഡിസ്റ്റൻസ് 20 ആണ്. സോ ഇവിടം വരെ വരുമ്പോൾ ബിയുടെ പോയിന്റ് വരുമ്പോൾ 20 ആണ്. അടുത്ത് പിന്നെ ഇത് 15 വരുമ്പോൾ ഇത് വരച്ചാൽ കുറച്ച് ലെങ്ത്തിൻ്റെ ഇതുണ്ട്, 35 ആവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പുറത്തോട്ട് വരയ്ക്കണം 40 ആക്കാൻ. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് 40 ആൻഡ് ഇത് ഏത് പോയിൻ്റാണ്? പോയിന്റ് ജി. ഓക്കെ, ഇനിയുള്ള ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് എച്ച് അറ്റ് ദ റേറ്റ് ഐ ജി. നേരത്തെ പറഞ്ഞില്ലേ വെർട്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐക്കും ജിക്കും ഇടയ്ക്കാണ് മിഡ് പോയിന്റ് ആയിട്ട് വരും പോയിന്റ് എച്ച്. വെർട്ടിക്കലി ഐയും ജിയും വരയ്ക്കുന്ന അതിൻ്റെ നടുക്ക് മിഡ് പോയിന്റ് എച്ച് വരും. നമുക്കിപ്പം തൽക്കാലം ഐ എവിടെ നിന്ന് അറിയില്ല, സോ അത് വരയ്ക്കാൻ പറ്റില്ല. ജസ്റ്റ് ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. നമുക്ക് നോക്കാം, അടുത്ത് വായിക്കാം. അടുത്ത് പറയുന്നത് പോയിന്റ് ഐ ഈസ് 30 മീറ്റർ സ്റ്റാർ ഓഫ് പോയിന്റ് ജി. 30 മീറ്റർ സ്റ്റാർ ഓഫ് പോയിന്റ് ജി. ഐ സ്റ്റാർ എന്ന് പറയുമ്പോൾ നോർത്ത്. ഐ എന്താണ്? 30 മീറ്റേഴ്സ് നോർത്തിലാണ് ജിയുടെ 30 മീറ്റേഴ്സ് നോർത്ത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? സി, നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ നമ്മൾ 40 വരച്ചില്ലേ, ഇത് 20 ആയിരുന്നു, ബാക്കി ഇത് 15 ആണുള്ളത്. സോ 30 മീറ്റേഴ്സ് വരയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഇരട്ടി അങ്ങ് വരച്ചാൽ മതി. സോ ഇവിടെ വരെ ഉദ്ദേശം അങ്ങ് വരച്ച് നിർത്തിയാൽ മതി. സോ ദാറ്റ് വുഡ് ബി പോയിന്റ് എന്താണ്? ലാസ്റ്റ് പോയിന്റ് ഐ. സോ ദിസ് ഇസ് ഐ ആൻഡ് ഇത് 30 മീറ്റർ ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞത് എച്ച് അതിൻ്റെ നടുക്കാണ് വരുന്നതെന്ന്. സോ എച്ച് എക്സാക്ട്ലി നടുക്ക് വരും. എച്ച് ഇവിടെ. ഓക്കെ, ഇവിടെ പാരലായിട്ട് ഇതിൻ്റെ പാരലായിട്ട് വരാം, ശാലം താത്ത് വരയ്ക്കാം. 30 മീറ്റേഴ്സ്, എച്ച് ഇവിടെ, ഇത് 15, ഇത് 15. സോ നമ്മൾ വരയ്ക്കേണ്ടതെല്ലാം പോയിന്റ്സും വരച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താണ് പറയണത്? വാട്ട് ഡിസ്റ്റൻസ് ദ കാർ ഹാസ് ടു ട്രാവൽ ഫ്രം ഐ ടു റീച്ച് ദ പ്ലെയിൻ വിച്ച് ഇസ് പാർക്ക്ഡ് അറ്റ് പോയിന്റ് എ. സോ ഐ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ എ. ലെറ്റ്സ് സി, ഐ എ നിന്ന് ഏത് ഡിസ്റ്റൻസ് ആണ്? ഐ എ എവിടെ ഇരിക്കുന്നത്? ദിസ് ഇസ് എ. ഇതാണ് എ, ഇതാണ് ഐ. ഇത് കാണുമ്പോൾ എച്ച് ആയിട്ട് തോന്നി, ഇത് മുകളിലത്തെ ഐ ആണ്. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്, ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിള്. ഓക്കെ, എന്തിവിടെ പോണേ? സോ ഞാനിവിടെ എന്നെ കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, വീണ്ടും ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്തു. ഓക്കെ, നമുക്കപ്പോൾ എന്താണ് വേണ്ടത്? എ ഐയിൽ വേണ്ട. സോ എ ഐ സ്ക്വയർ ഇസ് ഇക്വൽ ടു, പിന്നെ നമുക്ക് ഈ സൈഡ് ഐ എച്ച് സ്ക്വയർ പ്ലസ് പിന്നെ ഇപ്പർ സൈഡിൽ എ എച്ച് സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് ഐയും എച്ചിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഓൾറെഡി അറിയാം, 15 ആണ്. കാരണം ഇത് മൊത്തത്തിൽ 30 ആയിരുന്നു. ഐ എച്ച് ഐയുടെ ജിയുടെ ഇടയ്ക്കാണെന്ന് പറഞ്ഞു. സോ ഐ എച്ച് ഇസ് 15 സ്ക്വയർ പ്ലസ് അത് കഴിഞ്ഞിട്ട് എ എച്ച്. സി, നമുക്കൊരു കാര്യം അറിയാം, ഇവിടുത്തെ ഡിസ്റ്റൻസ് ഈ തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അവിടെ തൊട്ട് ഇതുവരെ 15 ആണ്. എന്നിട്ട് ഈ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 20 ആണ്. സോ ബേസിക്കലി ഇതുവരെ ഉള്ളത് 40. ഇവിടെ 20 പ്ലസ് 15. ഈ തൊട്ട് ഈ ഡിയുടെ പോയിന്റ് വരെ എന്താണ്? 20 ആണ്. അവിടെ തൊട്ട് ഇതുവരെ ഞാൻ വരച്ചാൽ കുറച്ച് ഇവിടെ നീളം കുറവ്, ഇവിടെ നീളം കൂടിപ്പോയി, അത് ടെൻഷൻ അടിക്കേണ്ട. സോ ഇവിടെ 20, ഇത് പ്ലസ് 15, 35. എന്നിട്ട് ഈ ഫുൾ ഡിസ്റ്റൻസ് 40 ആണ്. സോ നമുക്ക് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 35 ആണ്. ഇവിടെ മുകളിലത്തെ പാരലൽ ഇത് ഇത്രയും ഡിസ്റ്റൻസ് 35 ആണെങ്കിൽ ഇവിടെയും താഴെ ഇത് 35 ആണ്. മൊത്തത്തിൽ 40 ആണ്. സോ ഈ ബാക്കി ബാലൻസ് 5 ആണ്. സോ ബേസിക്കലി വാട്ട് ഐ വിൽ ഡു ഇസ് 5 സ്ക്വയർ ആണ് എ എച്ച്. സോ എ ഐ
square is equal to 15 square 225 plus 5 square that is 25. So 250. Okay, so a square, yeah, ai square is equal to 250. So ai മാത്രം വരണമെങ്കിൽ root of 250. Okay, so yeah, 250 square root കണ്ടുപിടിച്ചാൽ മതി, you will get the answer. Is that clear? So 250 square root you will get the answer. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. Just you have to use mathematics knowledge. Okay, so നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഇസ് ദ പോസിബിൾ ഷോർട്ടസ്റ്റ് റൂട്ട് ടു റീച്ച് പോയിന്റ് ഡി ഫ്രം പോയിന്റ് സി. സോ പോയിന്റ് സിയിൽ നിന്ന് പോയിന്റ് ഡിയിലോട്ട് എത്തേണ്ട ഷോർട്ടസ്റ്റ് റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പോയിന്റ് സിയിൽ നിന്ന് ഷോർട്ടസ്റ്റ് റൂട്ട് എങ്ങനെയാണ് ഡിയിൽ എത്തണേ? ഡിസ്റ്റൻസ് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതിലാണ് എത്താൻ പറ്റുക? സ്റ്റാർട്ടഡ് ഇൻ ഈസ്റ്റിൽ 15 കിലോമീറ്റേഴ്സ്. സിയിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആവുമോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ, അത് കൂടുതൽ ദൂരമല്ലേ ആവുള്ളൂ. സോ അത് നമ്മൾ ചിന്തിക്കേണ്ട കൂടി ആവശ്യമില്ല. കാരണം ഇവിടെ പറയാണ് സിയിൽ നിന്ന് ഈസ്റ്റിലോട്ട് 15 കിലോമീറ്റർ പോയി, പിന്നെ ഹോങ്സ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഹോൺ അടിക്കുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ടേൺ ആണ്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് പോകും. നമ്മൾ ഡിയിലോട്ട് എത്തില്ല. സോ ആ ഒരു കേസ് പറ്റില്ല. അടുത്ത കേസ് നോക്കാം. ഓക്കെ, അടുത്ത കേസ് പറയുന്നത് സ്റ്റാർട്ട് ഇൻ വെസ്റ്റ് ടിൽ 15 കിലോമീറ്റേഴ്സ്, ഹോങ് ട്വൈസ്, കവർ 8 കിലോമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ നിന്ന് വെസ്റ്റിലോട്ട് 15 കിലോമീറ്റർ, ശരിയാണ്. വെസ്റ്റിലോട്ട് 15 കിലോമീറ്റർ എത്തുമ്പോൾ ഇവിടെ എത്തും. പക്ഷെ ഹോങ് ട്വൈസ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? കാർ ടേക്സ് എ റൈറ്റ് ടേൺ. ഇവിടം വരെ എത്തിയിട്ട് റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടായി പോകില്ലേ? നമുക്ക് ലെഫ്റ്റ് ടേൺ വന്നാലേ പറ്റുള്ളൂ. സോ ഹോങ് ട്വൈസ് അല്ല, ഹോങ് വൺസ് ആണ് വേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷനും പറ്റില്ല. ഓക്കെ, സോ അതും പോയി. സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് തിങ്. അടുത്ത കേസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ഇൻ സൗത്ത് ടിൽ 25 കിലോമീറ്റേഴ്സ്. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ സൗത്തിലോട്ട് പോയി, എന്നിട്ട് ഹോങ് വൺസ് സൗത്തിലോട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം ലെഫ്റ്റിലോട്ട് ഒരു ടേൺ. സോ ഇവിടെ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ട് പോകും. അതും നമുക്ക് പറ്റില്ല. സോ തേർഡ് ഓപ്ഷനും പോയി. സ്റ്റാർട്ടഡ് ഇൻ നോർത്ത് ടിൽ 5 കിലോമീറ്റർ, ഹോങ് വൺസ്. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ നോർത്തിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഹോങ് ചെയ്ത് ലെഫ്റ്റിലോട്ട് 8 കിലോമീറ്റർ, അതും നമ്മൾ എത്തില്ല. ഇനി നമുക്ക് ഫിഫ്ത്ത് ഓപ്ഷൻ നോക്കാം. ഇതിൽ പറയുന്നത് സ്റ്റാർട്ടഡ് ഇൻ വെസ്റ്റ് ഫോർ 15 കിലോമീറ്റേഴ്സ്. സോ വെസ്റ്റിലോട്ട് 15 കിലോമീറ്റേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് സിന്ന് വെസ്റ്റിലോട്ട് 15 കിലോമീറ്റേഴ്സ് വന്നു. അത് കഴിഞ്ഞിട്ട് ഹോങ്സ് വൺസ് നമ്മളിവിടെ നേരത്തെ നോക്കിയായിരുന്നു. ഹോങ്സ് വൺസ് എന്ന് പറഞ്ഞാൽ കാർ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. വെസ്റ്റിലോട്ട് വന്നിട്ട് ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, എന്നിട്ട് 8 കിലോമീറ്റർ കവർ ചെയ്തു. നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഇവിടെ നിന്ന് ഈ സി വരെ പോയിന്റ് എന്ന് സി വരെ 33 ആയിരുന്നു. അതുപോലെ ബിന്ന് ഡി വരെ 25 ആയിരുന്നു. സോ ഈ സിയുടെ ലെവലിൽ എത്തണമെങ്കിൽ പിന്നെ ഡിഫറൻസ് 8 ആണ്. സോ ഡെഫിനറ്റ്ലി വെസ്റ്റിലോട്ട് 15 വന്നിട്ട് 8 മീറ്റർ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആൻസർ എന്താണ്? നമുക്ക് ഈ പറയുന്ന പോയിന്റ് ഡി വരെ എത്താൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് സീ. പോയിന്റ് ഐ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം പോയിന്റ് എഫ്. എഫിൻ്റെ പെർസ്പെക്റ്റീവിൽ ഐ എങ്ങോട്ടാണ്? സോ എഫ് ഇവിടെയാണ്, ഇതാണ് സെൻറ്റർ പോയിന്റ്. ഇവിടെ നിന്ന് ഐ ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഐ ഈസ് ഹിയർ. സോ ദാറ്റ് ഈസ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, സോ ദ ആൻസർ ഫോർ ദിസ് ഈസ് നോർത്ത് ഈസ്റ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റൻ ഇസ് ക്ലിയർ. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റൻസ് നമുക്ക് പ്രീവിയസ് ഇയർ എക്സാംസിൽ വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് വെച്ച് നിർത്തുകയാണ്. ഇനി ഇതിൻ്റെ ഒരു ഹയർ ലെവൽ കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പ്രാക്ടീസ് ക്വസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള അത് വെറും SBIPയുടെ മെയിൻസിൽ ഒരിക്കൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ ഐ ബ്രിങ് ഇറ്റ് ഇൻ ദ പ്രാക്ടീസ് സെഷൻസ്. അത് ഞാനിപ്പോൾ സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ എടുക്കുന്നില്ല. ഐ ടീച്ച് ഇറ്റ് സെപ്പറേറ്റ്ലി. ഓക്കെ, സോ ടിൽ ദാൻ പ്ലീസ് മേക്ക് ഷുവർ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക. നമ്മുടെ ആപ്പിൽ തന്നെ ഒത്തിരി ക്വസ്റ്റൻസ് കിടപ്പുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.